എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കുട്ടിക്കാലം മുതൽ മലയാളികൾ, പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളൊക്കെ ചൊല്ലി കേട്ടിട്ടുള്ളതും ഒരു ശ്ലോകമെങ്കിലും അറിയാതെ കാണാതെ പഠിച്ചിട്ടുണ്ടാവുന്നതുമായ ഒരു ഗ്രന്ഥമാണ് ഈ ഹരിനാമകീർത്തനം. ഇന്നത്തെ തലമുറ ഒരു പക്ഷേ ഇത് അറിയുന്നുവെന്ന് അവകാശപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ സംസ്കൃത അനഭിജ്ഞന്മാരായ ആളുകൾക്ക്, മലയാളികൾക്ക് പ്രത്യേകിച്ചും ഗീതയും ഉപനിഷത്തും എല്ലാം മനോഹരമായ ജ്ഞാനപ്പാനയിലൂടെയും ഹരിനാമകീർത്തനത്തിലൂടെയും എത്രയോ മുമ്പ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടിലായിരിക്കണം പൂന്താനവും എഴുത്തച്ഛനും ഭട്ടതിരിപ്പാടുമൊക്കെ നമ്മുടെ നാടിനെ അനുഗ്രഹിച്ചിട്ടുള്ളത്. അന്ന് മുതൽ നമ്മെ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഈ ചിന്താഗതി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിൽ സന്ധ്യാസമയത്ത് സന്ധ്യാനാമകീർത്തനത്തിലൊരു ഭാഗമായിരുന്നു ഹരിയുടെ നാമകീർത്തനം. ഹരിയുടെ നാമകീർത്തനമാണ് ഹരിനാമകീർത്തനം. അന്നൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ ആഴത്തിലുള്ള മുത്തുകൾ നിറച്ചു വച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഇപ്പോഴും അറിഞ്ഞിട്ടല്ല പറയണത്, ഇപ്പം എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഹരിനാമകീർത്തനം നല്ലവണ്ണം ഒന്ന് പഠിക്കുകയും മനനം ചെയ്യുകയും വിചാരം ചെയ്യുകയും ചെയ്താൽ വാസ്തവത്തിൽ ഉപനിഷത്തും ഗീതയും പഠിക്കേണ്ട എന്ന് പറയാൻ പാടില്ല. അത് ഈ പീഠത്തിലിരുന്ന് പറയാൻ പാടില്ലല്ലോ. വാസ്തവത്തിൽ അതിൻ്റെ കുറവ് അയാൾക്ക് ഉണ്ടാവില്ല. അത്രയും ഹൃദയസ്പർശിയായ രീതിയിലാണ് ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ച് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ മന്ത്രജപത്തോടുകൂടി അവസാനിക്കുന്ന ഒരു സംവിധാനമാണ് നാരായണായ നമഃ. മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകളിൽ, ഭക്തി സംവർദ്ധകമായ സാധനാനുഷ്ഠാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാന്റെ നാമജപം. പ്രത്യേകിച്ചും ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടോക്ഷരം മന്ത്രം വളരെ വളരെ ശക്തിയുള്ളതാണ്. ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഓരോ 66 ശ്ലോകവും ആചാര്യൻ അവസാനിക്കുന്നത്. കൂടാതെ നാമജപത്തിൻ്റെ മാഹാത്മ്യം അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് തവ തിരുനാമ കീർത്തനം ഇതതിനായി വരേണം എന്നൊക്കെ പറഞ്ഞിട്ടും, 1 കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായ നമ എന്നൊക്കെയും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അധികം മുഖവരയില്ലാതെ നാം ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുക. 66 ശ്ലോകമുള്ളെങ്കിലും പ്രത്യേകിച്ചും ആദ്യത്തെ ശ്ലോകങ്ങൾ പലതും ധാരാളം സമയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ തുറന്നു നോക്കി അതിൻ്റെ ഉള്ളിലുള്ള രത്നങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ മുഖവരയില്ലാതെ തന്നെ നമുക്ക് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഇതാണ് പല്ലവി. ആർക്കും ചൊല്ലാൻ കഴിയുന്നത്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരി നാരായണായ നമ.
ആദ്യം എന്താണ് നാം ഓരോരുത്തരും ഈ മനുഷ്യജന്മത്തിൽ സാക്ഷാത്കരിക്കേണ്ട വസ്തുത, ആ പരംപൊരുൾ അഥവാ പരമമായ സത്യം എന്താണ്, അതിനെ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. സാധാരണ കവിതകളൊക്കെ ആരംഭിക്കുമ്പോൾ ആശിസ്, അതുപോലെ നമസ്കാരം, വസ്തുവിൻ്റെ നിർദ്ദേശം, ഇതൊക്കെ അതിലുണ്ടാവും. ഈ ഗ്രന്ഥത്തിലെ ആശിസ്, അനുഗ്രഹം ആദ്യം മുതൽ അവസാനം വരെ ഓരോ ശ്ലോകങ്ങളും നിറഞ്ഞു നിൽക്കുക. പിന്നെ നമസ്കാരമാണ്. ഏത് ഗ്രന്ഥവും ആരംഭിക്കുന്നത് നിർവിഘ്ന പരിസമാപ്തിക്കായിട്ട് ഈശ്വരസ്മരണയോടെയാണ്. അഥവാ നാം സാധാരണ വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. വിഘ്നേശ്വരൻ അഥവാ ഗണപതി ഓങ്കാരമാണ്. അപ്പോൾ വിഘ്നേശ്വര സ്മരണയോടെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. എന്താ വിഘ്നം? വിഘ്നം വാസ്തവത്തിൽ നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ മനസ്സാണ്. ഗണനാഥനാണ് അഥവാ ഗണപതിയാണ് ഭഗവാൻ, ഗണങ്ങളുടെ മുഴുവൻ നാഥൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ദ്രിയ കൂട്ടങ്ങൾ, അവയെ നയിക്കുന്ന മനസ്സും, ഈ കൂട്ടങ്ങളുടെ മുഴുവൻ നാഥൻ, ഇവയൊക്കെ ഏതൊരു അന്തര്യാമിയുടെ സാന്നിധ്യത്താൽ മാത്രം പ്രവർത്തനക്ഷമമാകുമോ, കാണാനും കേൾക്കാനും എല്ലാം ഇന്ദ്രിയങ്ങൾ സമർത്ഥമായി തീരുമോ, ആ നാഥൻ, ആ നാഥനെ നാം മറക്കുമ്പോഴാണ് വിഘ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതൊരു ആനയൊന്നുമല്ല, ആനദൈവമൊന്നുമല്ല. ഓങ്കാരം പ്രണവ രൂപമാണ് ഗണപതിയുടെ രൂപം എന്നർത്ഥം. ആ ഗണപതി ഈ സമസ്ത ജഗത്തിനും ആദികാരണമായ ആ ശക്തിയാണ്. ആദിമൂല ഗണപതി എന്നൊക്കെ കേട്ടില്ലേ? ആ ആദിശക്തി, പരാശക്തി എന്ന് പറയും, പരമാത്മാ എന്ന് പറയും, പരബ്രഹ്മം എന്ന് പറയും. ഇതൊക്കെ പറയുന്നത് ആ ഗണപതിയെ തന്നെ. അതാണ് വാസ്തവത്തിൽ പരമമായ സത്യവും. ആ സത്യസ്വരൂപനെ സ്മരിച്ചുകൊണ്ടാവണം നമ്മുടെ ജീവിതം എന്ന് ആദ്യമേ സ്മരിക്കുക, ഓർമ്മിക്കുക. ജീവിതത്തിലെ വിഘ്നങ്ങൾ മുഴുവനും ആ സർവേശ്വരനെ മറന്ന് നാം അവിടെ കയറി ഇരിക്കുമ്പോഴാണ് എന്നർത്ഥം. പൂജ്യ ഗുരുദേവൻ്റെ ഒരു വാക്ക്, വെൻ ഈഗോ അസേർട്സ് ഗോഡ് വാനിഷസ്. ഞാൻ, എൻ്റെ എന്നുള്ള ആ ഭാവം, അതുകൊണ്ട് കൂടെ രാഗദ്വേഷങ്ങൾ, ഇതൊക്കെ അവിടെ ശക്തമായി സ്ഥാനം പിടിക്കുമ്പോൾ അവിടെ ദിവ്യത്വം, പാവനത്വം, സ്നേഹം, സേവനം, നന്മകൾ എല്ലാം അസ്തമിക്കും. വെൻ ഈഗോ വാനിഷസ് ഗോഡ് എൻറ്റേഴ്സ്. രണ്ടു പേർക്കും ഇരിക്കാൻ കഴിയും അവിടെ. ആ ഭഗവാന്റെ സ്ഥാനത്ത് നാം കയറിയിരിക്കുക പോകുന്നത്. അപ്പോൾ ഓങ്കാരമായ പൊരുളിൻ്റെ സ്മരണം എത്രയെത്ര പ്രധാനം. വാസ്തവത്തിൽ ഈ സ്മരണയോടുകൂടി ജീവിതം ആണ് നാം നയിക്കേണ്ടത്. ആ പൊരുളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം സാക്ഷാത്കരിക്കേണ്ട പരമമായ സത്യം അഥവാ ലക്ഷ്യം. ഓങ്കാരമായ പൊരുൾ, ഓങ്കാരം എന്നത് ആ പരമമായ സത്യത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തിൻ്റെ ഒരു പേരാണ്. ഇപ്പം രാമൻ എന്ന് പറയുമ്പോൾ രാമൻ എന്ന ശബ്ദം രാമനല്ല, ആണോ? മൈക്ക് എന്ന് പറഞ്ഞു. മൈക്ക് ഒരു ശബ്ദം. മൈക്കാണോ? അത് ശബ്ദമാണോ മൈക്ക്? അല്ല. മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങ എന്നുള്ള ആ പദം അത് മാങ്ങയല്ല അർത്ഥം. അത് മാങ്ങയെ സൂചിപ്പിക്കുന്നു. മൈക്ക് എന്ന സൗണ്ട് മൈക്കിനെ സൂചിപ്പിക്കുന്നു. രാമൻ എന്ന പദം രാമനെ സൂചിപ്പിക്കുന്നു, അല്ലേ? അതുമാതിരി കൃഷ്ണൻ, രാമൻ, ശിവൻ എന്നൊക്കെ നമ്മൾ ദൈവങ്ങളുടെ പേര് പറയുമ്പോഴും ഇത് തന്നെയാണ്. ആ വാക്കല്ല ഈശ്വരൻ. ഇതുമാതിരി ഓം, ഓങ്കാരം അഥവാ പ്രണവം, 3 ശബ്ദങ്ങളോട് കൂടി ചേർന്ന ആ ശബ്ദം, അതല്ല പരമമായ സത്യം. ആ പരമമായ സത്യം ഓങ്കാരത്തിൻ്റെ അർത്ഥമാണ്. അർത്ഥം മൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മൈക്ക്.
മാങ്ങ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്, മാംഗോ എന്നതിൻ്റെ അർത്ഥമാണ് മാമ്പഴം. ഇതുപോലെ അപ്പോൾ ഓങ്കാരമായ പൊരുൾ എന്ന് പറയുന്നത് ഓം എന്ന ശബ്ദം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന ആ പരമമായ സത്യം എന്ന അത് മൂന്നായി പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ പിരിവ് പലതരത്തിലുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ആ പൊരുൾ മാത്രമേ ഉള്ളൂ. ഈ കാണപ്പെടുന്ന വൈവിധ്യങ്ങളൊന്നുമില്ല. ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നിലും ചെന്നു താനും പിണയാതെ ഒന്നും ചെന്നങ്ങു തന്നോട് പറ്റാതെ കേവലമായ ഉണ്മയായി സത്തായി ഇരുന്നിരുന്ന ആ വേദങ്ങളൊക്കെ പറയണ സദൈവ സൗമ്യ ഇതമഗ്ര ആസീത്. എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ആ സത്ത് അഥവാ ഉണ്മ അഥവാ എക്സിസ്റ്റൻസ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേദം പറയുന്ന ആ സത്യം. പുരാണങ്ങളുടെ ഭാഷയിൽ ഭഗവാൻ പറയണു അഹമേവാസമേവാഗ്രേ ന അന്യത് യത് സദസത്പരം. ഈ സ്ഥൂലമാകുന്ന ജഗത്തോ സൂക്ഷ്മമാകുന്ന ചിന്തകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരവസ്ഥ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ. അതാണ് സമസ്ത ജഗത്തിനും പരമകാരണം, പരമാത്മാ, പരബ്രഹ്മം എന്നൊക്കെ പറയണം. റിയാലിറ്റി, ട്രൂത്ത് എന്നൊക്കെ ശാസ്ത്രകാരന്മാർ പറയണം. ഇന്ന് ശാസ്ത്രവും ഏതാണ്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണപ്പെടുന്ന പലത് ഒരേ ഒരു ഊർജത്തിൽ നിന്നാണ് ആവിർഭവിച്ചത്. അഥവാ ആ ഒരു ഊർജത്തിൻ്റെ തന്നെ നൃത്തമാണ് ഈ കാണപ്പെടുന്ന സ്ഥൂലമായ ജഗത്ത്, ജഡമായതും ചേതനമായതും എല്ലാമെന്ന്. അപ്പോൾ ഒന്നിൽ നിന്നാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതെന്നുള്ളതായ ആ ഒരു ദിശയിലേക്കാണ് ഭൗതിക ശാസ്ത്രവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വൈവിധ്യങ്ങളാണ് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ രാഗദ്വേഷങ്ങൾക്കും ഭേദഭാവനയ്ക്കും ഒക്കെ കാരണമായി തീർന്നത്. ഈ വൈവിധ്യം നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല. മാംസക്കണ്ണുകളെ കൊണ്ട് ദ്വൈതം നാനാത്വം കാണുക ചെയ്യുന്നു. പക്ഷേ ശിവൻ്റെ മൂന്നാം തൃക്കണ്ണ് പോലെ നമുക്കും ആ തൃക്കണ്ണ് ഉദിക്കുമ്പോൾ ആ തൃക്കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ വൈവിധ്യത്തിൽ ഒക്കെ കുടികൊള്ളുന്ന ഏകത്വത്തെ, അഥവാ യാതൊരു ഏകമായ സത്യമാണോ ഈ വൈവിധ്യമായി പ്രകടമായിരിക്കുന്നത്, അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ആ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ മാത്രമേ ഈ ഭേദം സത്യമെന്ന് നാം വിശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രാഗദ്വേഷങ്ങളുടെ ആ മാലിന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ മാലിന്യം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷം മാത്രം, ഇഷ്ടാനിഷ്ടം മാത്രം. അത് നീങ്ങിയ മനസ്സ് ശുദ്ധമായി. ഇതിന് കാരണം ഇത് സത്യം, ഇതിനപ്പുറത്തൊരു സത്യത്തെ കാണുന്നതേയില്ല, കാണുന്നതേ സത്യമെന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് പറയണു ഈ കാണപ്പെടുന്ന ജഗത്തിൻ്റെ സൃഷ്ടിയുടെ വൈവിധ്യത്തിൻ്റെ തലത്തിലാണ് നാം തത്വശാസ്ത്രം പഠിക്കുന്നത്. അഥവാ മതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ജീവനും ഈശ്വരനും ജഗത്തെന്ന മൂന്നിൽ നിന്നാണ് അന്വേഷണം. അപ്പം ഇവിടെ ഈ കാണപ്പെടുന്ന വൈവിധ്യത്തിനൊക്കെ എന്താണ് ഒരു കാരണം? ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? എന്താ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള സത്യം എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒന്നുമില്ലായ്മയെന്ന് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. എല്ലാം ഉണ്ടാവണമെന്നും ഉണ്ടായിരുന്നു സത്ത്, ഉണ്മ, എക്സിസ്റ്റൻസ്. ശരിയാണ്. ആ സത്ത് ആയിട്ട് ഈശ്വരൻ എല്ലാത്തിലുമുണ്ട്. സച്ചിത് ആനന്ദം എന്നാണ് ഭഗവാനെ നമ്മൾ പറയുന്നത്. എല്ലാ വസ്തുക്കളിലും, ഈ മൈക്കിലും ഈ ടേബിളിലും സംസാരിക്കുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും സത് സ്വരൂപിയായി ആ പരമമായ സത്യം എന്നുമുണ്ട്. ഉണ്മയുണ്ട്, ഞാൻ ഉണ്ട്, നിങ്ങളുണ്ട്, ഈ മൈക്കുണ്ട്, ഈ ടേബിളുണ്ട്, എല്ലാമുണ്ട്. ഉണ്മയെ മാറ്റി നിർത്തിയാലോ ഇതിനൊന്നും ഇല്ലായ്മ സംഭവിക്കാം. ഇനിയോ ആ സത്യസ്വരൂപൻ ജീവനുള്ള വസ്തുക്കളിലൊക്കെ നമുക്ക് കാണാം, ചേതനമായിട്ടുമുണ്ട്, ബോധസ്വരൂപമായിട്ടുമുണ്ട്, കോൺഷ്യസ് പ്രിൻസിപ്പിളായിട്ട്. അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ലൈഫ് പ്രിൻസിപ്പിൾ ഓരോരുത്തരിലും. ജീവനം സർവഭൂതേഷു എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. ഓരോരുത്തരിലും ആ ജീവസാന്നിധ്യം എൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് തിരിച്ചറിയൂ. ഇങ്ങനെയാണ് ഈശ്വരനെ നമ്മൾ കാണുക. ഈ വളരുന്ന ചെടിയിൽ നമുക്ക് ഈശ്വര സാന്നിധ്യം കാണാം. കാരണം അത് വളരുന്നു, അതിന് ജീവനുണ്ട് എന്നർത്ഥം. ഉറുമ്പിലും എല്ലാത്തിലും ചിത്തായിട്ടുമുണ്ട് എന്നർത്ഥം.
ആ സത്തും ആ ചിത്തും രണ്ടല്ല. ജഡവസ്തുക്കൾക്ക് ആ ചിത്ത് ആസ്പെക്റ്റിനെ പ്രകടമാക്കാനുള്ള മീഡിയ ഇല്ല. അത് ആ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ മനസ്സ് അതിലില്ല. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വികസിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ പ്രകടമാക്കാൻ കഴിയില്ല. സൂര്യൻ്റെ പ്രകാശം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ കണ്ണാടിക്ക് അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും, റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയും. കല്ലിനും മണ്ണിനും അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ ജീവനുള്ള വസ്തുക്കളിൽ വ്യക്തമായിട്ട് ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് മാത്രം. അതില്ലായില്ല മാത്രം. ആ സത്വസ്തു ഇവനെ കൂടാതെ ലോകത്തിൽ ഒന്നിനും നിലനിൽപ്പേ ഇല്ല. ആ സത്തും ചിത്തും ആനന്ദവുമാണ് പരമമായ സത്യം അഥവാ ഭഗവത് സ്വരൂപം. അതിനെയാണ് ഓങ്കാരമായ പൊരുൾ എന്ന് പറഞ്ഞത്. അതാണ് മൂന്നായി പിരിഞ്ഞിട്ട് ഈ കാണപ്പെടുന്ന ജഗത്തായി. ഈ ജഗത്തിൻ്റെ മൂന്ന് തരത്തിലുള്ള അനുഭവമായി നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അനുഭവമായി ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്രയും അർത്ഥം. ആ പരമ്പൊരുൾ തന്നെ ഈ സൃഷ്ടിക്കപ്പെട്ട സമസ്ത ചരാചരങ്ങളിലും ഒരേപോലെ നിറഞ്ഞ് സാന്നിധ്യം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരിലും ഈ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷിയായി ഈ അനുഭവങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കുടികൊള്ളുന്നു. ജഡവസ്തുക്കളിൽ ഉണ്മയായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരിലും ഈ അനുഭവങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടുമുണ്ട്. ഇനി എന്ത് വേണം? അത് ബോധം വരണം നമുക്ക്. ഈ സമസ്തമായിരിക്കുന്നത് ഇതിനൊക്കെ ഉണ്ടാവണമെന്നുമുള്ള ആ പരമ്പൊരുൾ മാത്രമായിരുന്നു. ആ പരമ്പൊരുളാണ് ഇപ്പോഴും എല്ലാം ആയിരിക്കുന്നത്. എല്ലാ വസ്തുക്കളിലുമുണ്ട്. എന്നിൽ എൻ്റെ മാറുന്ന എല്ലാ അനുഭവങ്ങളെയും മാറാതെ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട്. ആ പരമ്പൊരുളാണ് സത്യം, എൻ്റെ ജീവിത ലക്ഷ്യം. അതാണ് എൻ്റെ സാക്ഷാത്കരിക്കേണ്ട ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, ലാഭം. അതുമായി താതാത്മ്യം പ്രാപിക്കാതെ ഈ ജഡമായ ദൃശ്യമായ വസ്തുക്കളുമായി, ദേഹാദി വസ്തുക്കളുമായി താതാത്മ്യം പ്രാപിച്ച് അതിൽ മുഴുക കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ജീവിതം ദുരിതവും ദുരന്തവും നിറഞ്ഞതായി തീർന്നത് എന്ന് തിരിച്ചറിയണം. അപ്പം എന്തിനാണ് സാക്ഷാത്കരിക്കേണ്ടത്? ഇന്നത്തെ ജീവിതം സൗകര്യപ്രദമാണ്, അപ്പോൾ ഞാൻ കംഫർട്ടബിളാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചേഞ്ച് ചെയ്യണമെന്നില്ലെങ്കിലോ ആരും ഈ സത്യത്തെ അറിയാൻ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനുഭവം എല്ലാം നമുക്കുണ്ടായാലും, ഭൗതികമായ ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും, സൗകര്യങ്ങളൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നത് കൂടുതൽ സുഖം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ്. നമ്മൾ പറയുക തന്നെ സുഖ സൗകര്യങ്ങളെന്നാണല്ലോ. കുറച്ച് വർഷം മുമ്പ്, ഒരു 50 വർഷം മുമ്പ് നമുക്ക് ഇത്രയൊന്നും സുഖ സൗകര്യങ്ങളില്ല. പക്ഷേ 50 വർഷത്തിലധികം